എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ മരിച്ചൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ട് നമ്മൾ ഈ ഇത് നടക്കുന്ന സ്ഥലത്ത് പോകല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ബോഡി അവിടെ ഇങ്ങനെ വെച്ചേക്കാണ്, സ്വപ്നം ഉണ്ടാ ഈ ബോഡി ആയിട്ട് ഞാൻ പോവുകയാണ്, ആരും ഇല്ല, ഇതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ചെറായി ബീച്ചിൽ കൊണ്ടുപോയി ഒഴുക്കി വിട്ടു. ഷറഫുദ്ദീൻ അത് ശരിക്കും കൊണ്ടതാണല്ലേ? 2 കിട്ടി. അമ്മാരെ അടിയാണ് ഷറഫിന്റെ. തിരിച്ചെന്തേലും പറഞ്ഞു വന്നിട്ട് അതെന്റെ ഐഡിയ ആയിരുന്നു. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ ചില സാധനങ്ങൾ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും സ്വപ്നം കാണാറുണ്ട്. ഇപ്പൊ കണ്ടു, കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ തന്നെ കണ്ടു. ഇപ്പൊ അതിനൊക്കെ മരുന്നൊക്കെ ഉണ്ട്. ഇപ്പോഴേ കാണിച്ചാൽ മതി. ഞാൻ മാത്രല്ല അല്ല, ഒരു സെയിം സ്വപ്നം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണണം. ശരിക്കും ന്യൂറോ ബന്ധപ്പെട്ട ഇതാണത്. ഇതല്ലാതെ ഞങ്ങൾ ഓഡിയൻസ് ഒരിക്കലും വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു ടാലന്റ്, ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഞാൻ നന്നായി പാടും. ഞാൻ തമാശ പറഞ്ഞതാണ്. സാധാരണ മൂർഖമ്മനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാരും എന്ത് ചെയ്യും? നമ്മൾ ഓടി രക്ഷപ്പെടുകയല്ലേ, അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പിന്റെ പുറകെ പോകും. ഹിഡൻ ടാലന്റ്, ഹിഡൻ ആയി കിടക്കുന്ന പാമ്പുകളൊക്കെ. രാവിലെ ഇരിക്കാന്ന് പറയും, നമ്മളിങ്ങനെ ഇരിക്കും, വേറെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇത് പറയും നല്ല ഫുഡ് എവിടെ നിന്നാണെന്നുള്ളത് നോക്കാൻ പറയും. അങ്ങനെ നോക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറേ നമുക്കൊരു പവർ നാപ്പ് എടുക്കാമല്ലോ എന്ന് പറയും. പവർ നാപ്പ് കാമൻ കൂളായിട്ട് പോകും. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ശരിക്കും. നമ്മളുടെ ബോഡിക്ക് അത് ഭയങ്കര കുഴപ്പം ചെയ്യുന്നതല്ലാതെ പ്രശ്നത്തിന് ആ സൊല്യൂഷൻ ഒരു ടെൻഷൻ കൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം 90% പ്രോബ്ലം ഇമാജിനേഷനിൽ നടക്കുന്നത്. 10% പ്രശ്നമുള്ളൂ, ബാക്കി 90% നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നത്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ ഇവിടെ ഉള്ളത് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അൽത്താഫ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ ആൻഡ് അനുരാജ്. വെൽക്കം ടു ദി ഷോ. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ സുരേഷ് ചേട്ടാ, സുരേഷ് സാർ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വല്ലാതൊന്ന് ബഹുമാനം, റെസ്പെക്ട് കൂടി പോകുന്നു, സുരേഷ് ബ്രോ. അതിനുശേഷം കുറെ പേര് എനിക്കും പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, സുരേഷ് ബ്രോയ്ക്ക് സുഖമാണോ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ സ്റ്റാർട്ട്. അപ്പോൾ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമയുടെ ഒരു വെറൈറ്റി നെയിമുള്ള ഒരു സിനിമയുടെ ശേഷം ഇപ്പോൾ വരുന്നതാണ് ഓടും കുതിര ചാടും കുതിര, മറ്റൊരു വെറൈറ്റി നെയിമുള്ളൊരു സിനിമ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായത് ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണെന്നാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ചാർലിയിലെ കുതിരയുടെ റെഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൺ മാൻ ഷോയിലെ ലാൽ സാറിൻ്റെ മറ്റേ ചിരിയുടെ റെഫറൻസ് ഉണ്ട്, പിന്നെ ഈ ടൈറ്റിലിൽ ആ ഒരു ലെറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്ന മാംഗോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ളൊരു സിനിമ. അപ്പോൾ ഇതാണ് നമുക്ക് ഓഡിയൻസിന് മനസ്സിലാകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ മൂവി ഓൾ അബൌട്ട്? അൽത്താഫിക്ക് പറഞ്ഞു. ഈ മൂവി ബേസിക്കലി ഒരു സിമ്പിൾ സ്റ്റോറി ലൈനാണ്. ഈ മൂവിയുടെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വളരെ എന്താണ്, ഒട്ടും എഫേർട്ടൊന്നും വേണ്ട ഈ കഥ മനസ്സിലാക്കാൻ. സിമ്പിൾ വാച്ചാണ്. അതിൽ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഒരു ഏരിയ വരുമ്പോൾ ചെറിയ നല്ല സുഖകരമായിട്ടുള്ള ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മളെ ഡിപ്രസ്ഡ് ആക്കണത് അങ്ങനത്തെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഇമോഷണൽ ഇതുണ്ട്. ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട്. പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ചെറിയൊരു എന്തോ പ്രശ്നമുള്ളോട്ട് തോന്നും. അത് ആ ലോകത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് സസ്പെൻസും ട്വിസ്റ്റൊന്നുമില്ല. അതൊന്നുമില്ല. കോമഡിയാണ് 100% കോമഡി എന്റർടൈനറാണ്. ഓക്കെ, നമുക്കൊരു പ്രഷർ ഒന്നും ഇല്ല തീരെ. എനിക്കെന്നല്ല, ഒരാൾക്കും ഇല്ല, അൽത്താഫിനും ഇല്ല. അതാണ് കോമഡി. അൽത്താഫ് അങ്ങനെ പ്രഷർ എടുക്കേയില്ല. അൽത്താഫ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. ചേട്ടാ, എന്താ അതിൻ്റെ ഒരു സീക്രട്ട്? ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ വരെ എല്ലാം അറിയാം, ഓക്കെയാണ്. ഇപ്പം ഞാൻ പലവട്ടം ഇൻ്റർവ്യൂ ചെയ്ത ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ഇങ്ങനെ ആയിരിക്കും. ചേട്ടൻ ഭയങ്കര കാം കൂൾ. അതിൻ്റെ ഒരു സീക്രട്ട് നമുക്കൊരു ടിപ്പ് പറഞ്ഞു തരുമോ? അല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ ഇതേപോലെ തന്നെയാണ്. അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇനി കാമാവാന്നുള്ള അത് ഉണ്ടായതല്ല. അങ്ങനെയാണ് വളരെ കാം ഇതായിട്ട്. ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അക്കാഡമിക്കലി ഒന്നും ഒരു കാലഘട്ടത്തിൽ വളരെ മോശമായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ബേസിക്കലി എൻ്റെ മദറിൻ്റെ അടുത്തു നിന്നാണത് വന്നേക്കണത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ കുലുങ്ങാത്തൊരു പ്രകൃതം ഉണ്ടല്ലോ. അപ്പം അതന്നെയാണ് എനിക്കൊന്നത് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടണതായിരിക്കും. അങ്ങനെ ഒരു പ്രഷർ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. കൊള്ളാം.
അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രഷർ വരുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും ചേട്ടൻ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യും? ടെൻഷൻ എനിക്ക് ആകെ മോന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വരാറുള്ളൂ. അല്ലാത്ത എക്സ്റ്റീരിയർ ഫാക്ടേഴ്സ് ഒന്നും എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. അതൊരു നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ശരിക്കും. നമ്മളുടെ ബോഡിക്ക് അത് ഭയങ്കര കുഴപ്പം ചെയ്യുന്നതല്ലാതെ ആ പ്രശ്നത്തിന് ആ സൊല്യൂഷൻ ഒരു ഇത് ടെൻഷൻ കൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം 90% പ്രോബ്ലം ഇമാജിനേഷനിലാണ്. 10% പ്രശ്നമുള്ളൂ. ബാക്കി 90% നമ്മൾ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി എടുക്കുന്നതായിരിക്കും. ഓക്കെ, സുരേഷ് ചേട്ടാ, ചേട്ടൻ്റെ ഒരു കുതിരയുടെ വീഡിയോ, ബുദ്ധിയില്ലാത്ത ജീവിയാണ് കുതിര എന്ന് പറയുന്ന ഒരു സാധനം വൻ വൈറലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇതേ ടൈറ്റിൽ തന്നെ കുതിര. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ ഇതിനകത്ത് കുതിരയുമായിട്ടുള്ള? കുതിരയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഇല്ലാതെ പോകാൻ പറ്റി. ഓക്കെ, ഞാൻ ഈ ആ പേര് കണ്ടപ്പോൾ ഈശ്വര സുരേശ്വരനാണ് കുതിര. ആ ഒരു വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അനുരാഗ് ചേട്ടനും കൂടെ ചേർന്നിട്ടാണോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്? അൽത്താഫിക്ക തന്നെയാണ്. ഞാൻ അൽത്താഫിക്ക അത് കഴിഞ്ഞ്, അതായത് എന്നെ ഞാൻ പിച്ച് ചെയ്യണത് അനുരാജിന്റെ അടുത്ത്. അപ്പൊ നമുക്കൊരു സൗണ്ട് ബോർഡ് എപ്പോഴും വേണം. നമ്മൾ തന്നെ നോക്കിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളും കൂടി വേണം. അപ്പൊ ഒരു അഡീഷണൽ സ്ക്രീൻ പ്ലേ എന്നുള്ള രീതിയിൽ അനുരാജ്, അടുത്ത പടത്തില് മെയിൻ റൈറ്റർ അനുരാജ് തന്നെയാണ്. ആണോ? ശരി. എന്താ പറയാ, ഒരു പഠന കാലഘട്ടം എന്നൊക്കെ പറയാല്ലേ. ഇക്കനെ ഒരു ഇക്കടെ റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അല്ല, മടിയാണ്, അതാണ് അങ്ങനല്ല. അത് ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇക്കട. അപ്പോൾ നമ്മൾ എഴുതാനൊക്കെ ആയിട്ടിരിക്കും. രാവിലെ ഇരിക്കാന്ന് പറയും, നമ്മളിങ്ങനെ ഇരിക്കും, വേറെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇക്ക പറയും നല്ല ഫുഡ് എവിടെ നിന്നാണെന്നുള്ളത് നോക്കാൻ പറയും. അങ്ങനെ നോക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറേ നമുക്കൊരു പവർ നാപ്പ് എടുക്കാമല്ലോ എന്ന് പറയും. പവർ നാപ്പൊക്കെ എടുത്ത് പവർനാപ്പ് 3 മണിക്കൂറൊക്കെ പോകും. പുള്ളി കുറച്ച് പവർനാപ്പ് അധികമായി കഴിയുമ്പോൾ കട്ടാവുമല്ലോ. ചായ പിടിക്കാന്ന് പറയും. ചായ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നാളെ ഇരിക്കാൻ രാജ്യം പറയും. അങ്ങനെ പോയി. പിന്നീട് പറഞ്ഞത് നമ്മുടെ ഷൂട്ട് തുടങ്ങാറായി എന്ന് പറഞ്ഞു. ഒന്നും കാര്യമായിട്ടായിട്ടില്ല. അപ്പൊ കാരണം സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്, എഴുതി പോകുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഒക്കെ പറഞ്ഞല്ല, ടെൻഷൻ ഇല്ല. അത് തന്നെയാണ്, ഒരു ടെൻഷനും ഇല്ല ആൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പോയി കറക്റ്റ്. പക്ഷെ ആ ഷൂട്ട് തുടങ്ങണ ഒരാഴ്ച മുമ്പ് തീർന്നു. എന്നേക്ക് വിളിക്കും, ഇക്ക ടെൻഷൻ അടിക്കുക. എന്തിനാ? അല്ല, ഇക്കടെ ടെൻഷൻ എനിക്കാണ്. അല്ല, നീ എന്തിനാണ് പിടിക്കുന്നത്? അപ്പൊ ചേട്ടൻ ഇങ്ങനെ ലൈക്ക് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ഒരു ഫുൾ സ്ക്രിപ്റ്റ് ആദ്യം കയ്യിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല, ആർട്ടിസ്റ്റിന്റെ അടുത്തോട്ട് പോകുമ്പോ ഡ്രാഫ്റ്റ് മനസ്സിലുണ്ട്, പരിപാടി. കംപ്ലീറ്റ് ആയിട്ട് തീർന്നത് 1 വീക്ക് മുന്നെയാണ്. ഫൈനൽ പ്രിന്റ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചാർട്ട് ചെയ്യാൻ കൊടുക്കണം. വെയിറ്റിംഗിലാണ് ഇനി എന്താണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രെയിലറിലൊക്കെ നമ്മൾ കാണുന്ന അനുരാജ്, ആ സാധനം ആരുടെ ഔട്ട്പുട്ടാ? ഇത് അത് തന്നെയാണ്. ആ പേരും അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്ന് പറയും. പവർനാപ്പ് കൂടി പോയപ്പോ ക്യാരക്ടേഴ്സിന് പേരിടാൻ നീ അനുരാജിന് മാറ്റമൊന്നുമില്ല. ആക്ച്വലി ചേട്ടന് വെബ് സീരീസ് കണ്ടിട്ടാണോ ഈ ഫിലിമിലെ? സീരീസ് ഒക്കെ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഒരു പരിപാടിയുണ്ട്. പിന്നെ ആളായിട്ട് കൂടുതൽ സംസാരിച്ച് അടുത്തടുത്ത് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എനിക്ക് ആ പരിപാടി ചെയ്യാൻ പറ്റുന്ന തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആൻഡ് ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അനുരാജാണ് ലാസ്റ്റ് ആയപ്പോൾ. ഓക്കെ, ഇപ്പം അൽത്താഫിക്കയുടെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഡിറക്ഷൻ എന്നൊക്കെ നമുക്കിപ്പം ഓരോ സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ സിനിമയിൽ തന്നെ ആ ഒരു ലേസിൻ്റെ സീൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞൊരു ഡാർക്ക് പരിപാടിയാണ്. പക്ഷെ അതൊരു ഹ്യൂമർ രീതിയിൽ കൺവേർട്ടായിട്ടാണ് നമുക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സീനുകളുടെ ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ടോ? ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവം അങ്ങനത്തെ പരിപാടി ആണോ? ലേസ് ഒന്നുമില്ല, ലേസ് ഇല്ല, പക്ഷെ അതിന്റെ വേറെ വേരിയേഷൻസ്, വെറൈറ്റി ആയിട്ടുള്ള അതിലൊരു 10 times എനർജി ഒക്കെ ഉണ്ടെന്നോ. ഇത് കുറച്ചും കൂടെ എനർജറ്റിക്കും സ്പീഡും കുറച്ചും കൂടെ കളർഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫെസ്റ്റീവ് മൂഡിലുള്ള വേറൊരു കഥ പറച്ചിലാണ്, വേറൊരു സ്റ്റൈലാണ്. അപ്പൊ അതിനകത്ത് കുറെ ക്രിയേറ്റീവ് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ചേട്ടൻ ഇപ്പം മാലിക് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഫഹദിക്കയുടെ കൂടെ അഭിനയിക്കുകയാണ്. അപ്പൊ എല്ലാം ഭയങ്കര ഡിഫറെന്റ് ഒരു ജോണറാ. അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? ഞങ്ങള് 4ാമത്തെ 5ാമത്തെ സിനിമ. അതെ അതെ. ഇത് ബേസിക്കലി ഫഹദിന്റെ അപ്പുറത്തേക്ക് മാലിക്കിലൊക്കെ ഭയങ്കര നമ്മള് വേറെ ഭയങ്കര ഇമോഷണൽ ഒരു ക്യാരക്ടറാണല്ലോ പ്ലേ ചെയ്യുന്നത്. ഇത് മറ്റേ അൽത്താഫ് ഡിസൈൻ ചെയ്തൊരു ലോകമുണ്ട്. ആ ലോകത്തിൽ നമ്മൾ ഓരോ ആളുകളെ പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് വി ആർ ഹാവിങ് ഫൺ. അങ്ങനെ ആ ഷൂട്ടിംഗ് പ്രോസസ്സും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
പിന്നെ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ഭയങ്കര ടെൻഷൻ ഫ്രീ പരിപാടിയാണ് ഇത്. നമ്മൾ പ്ലേയിങ് ഫോർ ദ ഗാലറി എന്ന് പറയുന്ന സീനാണ് ഇത്. തിയേറ്ററിലെ ആളുകളെ എയിം ചെയ്ത് അവരെ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ. പിന്നെ ഇത് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താഫ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രേസി ആയിട്ടുള്ള ഒരു ബഞ്ചാണ്. അൽത്താഫ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ലോകത്തിൽ മുഴുവൻ ആളുകളും ഭയങ്കര കമ്പോസ്ഡ് ആയിട്ടുള്ള നോർമൽ ആളുകളില്ല. എല്ലാവരും കുറച്ച് ക്രാക്കുള്ള ടൈപ്പ്, കുറച്ച് ലൗഡായിട്ടുള്ള അങ്ങനത്തെ. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഭയങ്കര ഇമോഷണലി ഹോണസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒബ്ജക്റ്റീവ് ഉണ്ട്. അങ്ങനെ പ്രത്യേക ഒരു ലോകമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫഹദാണെങ്കിലും നമ്മളെല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഷോട്ട് പോകുമ്പോഴും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഓക്കെ. ഈ ഫിലിമിന്റെ സമയത്താന്ന് തോന്നുന്നില്ലേ ചേട്ടൻ മറ്റേ സംശയത്തിന്റെ ആ ഒരു പ്രൊമോഷൻ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അന്നാ സംശയത്തിന്റെ മറ്റേ പ്രൊമോഷനും ഭയങ്കര വൈറലായിരുന്നു. ഷറഫുദ്ദീൻ ഒക്കെ അത് ശരിക്കും കൊണ്ടതാണല്ലേ? 2 എണ്ണം കിട്ടി, ശരിക്കും കിട്ടി. അതിന് സിനിമ എനിത്തിങ് ഫോർ സിനിമ എന്ന് പറയുന്നതാണ് ലൈഫിന്റെ മോട്ടോ. 2 അടി നമുക്കൊരു വിഷയമല്ല, പക്ഷെ അതുകൊണ്ട് ആളുകളിലേക്ക് സിനിമ എത്തിയല്ലോ അറ്റ്ലീസ്റ്റ്. ഇപ്പൊ ഈ സിനിമ ലക്ഷറിയാണ്. ഈ സിനിമ വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമയാണ്. ആഷിഖ് ഉസ്മാൻ എന്ന് പറഞ്ഞ വലിയ പ്രൊഡക്ഷൻ ഹൗസാണ്. ഒരു 5 പടം ലാൽ സാറിന്റെ അടക്കം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ വലിയ പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ ലീഡ് ചെയ്യുന്ന സിനിമയാണ്. അൽത്താഫിന്റെ ഞണ്ടുകൾ കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ സിനിമ ലൈക്ക് എ റീസൺ ടു വാച്ച്, ഓടുംകുതിര ചാടുംകുതിര എന്ന് പറയുന്നത്. പക്ഷെ സംശയമൊക്കെ കുഞ്ഞു സിനിമകളാണ്. അപ്പൊ അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ആളുകളിലേക്ക് പേരെത്തിക്കുക, ആ സിനിമ കാണുക. നമ്മളൊക്കെ ആസ് ആൻ ആക്ടേഴ്സ് മറ്റു പല കാര്യങ്ങളുണ്ടാവും. ഈ പോപ്പുലാരിറ്റി, പൈസ പരിപാടിയൊക്കെ സെക്കൻഡറി ആണ്. ആത്യന്തികമായിട്ട് ഇതൊരു ആർട്ടാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പ്ലഷറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്തൊരു വർക്ക് ഓഫ് ആർട്ട് ആളുകൾ കാണുക എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. അതിനുവേണ്ടി 2 തല്ല് കൊണ്ടാലും കുഴപ്പമില്ല. ശരിക്കും കിട്ടിയ 2 അടി കിട്ടിയിട്ട് ഈ കമ്മലുണ്ടായിരുന്നു കാതില്. കമ്മൽ അഴിഞ്ഞിങ്ങനെ തൂങ്ങിക്കിടന്നേ ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ എന്നോട് സീതാലക്ഷ്മി കമ്മല് അഴിഞ്ഞു കിടക്കണ്. ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല, ഞാനത് കയ്യും തൊടുത്തപ്പോ എന്നുള്ള അമ്മരടിയാണ് ഷറഫിന്റെ. തിരിച്ചെന്തേലും പറഞ്ഞു വന്നിട്ട് അതെന്റെ ഐഡിയ ആയിരുന്നു. ഞാനാണ് അങ്ങനെ ഒരു റീൽ ചെയ്യാന്ന് പറഞ്ഞ ഐഡിയ ആയിട്ട് ഞാൻ വന്നു. ഐഡിയ എന്റെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ചില ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പൂർവ്വരാഗത്തിലൊക്കെ ഫുൾ ഓൺ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെരുമാനി അങ്ങനെ സിനിമകളിൽ ഞാൻ ലുക്മാനും കൂടെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില ആക്ടേഴ്സ് ആയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിംഗിൾ ഫൈറ്റിലും ഉണ്ടാവും. അപ്പോൾ ഞാനും ലുക്കുമായിട്ട് പെരുമാനിയിലൊരു ഫൈറ്റ് ഉണ്ട്. അത് നമുക്ക് അങ്ങനെ ഭയങ്കര ലക്ഷറിയില്ല, ചെറിയ സിനിമ ആയതുകൊണ്ട് 2 മണിക്കൂറിലൊക്കെയാണ് ഞങ്ങൾ പരസ്പരം പിടിക്കുകയും മറിയുകയും. പലപ്പോഴും കട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അത്ര ഒരു 2-3 മണിക്കൂർ ലുക്കുവിൻ്റെ ലൈക്ക് ഡബിൾ വെയിറ്റും സൈസായിട്ടുള്ള ആളല്ലേ, നമ്മളെ ഒരു പോറലേറ്റിട്ടില്ല. അതൊരു സിങ്കാണ്. അപ്പൊ അങ്ങനെ ഷറഫിന്റെ പേര് കുറച്ചും കൂടെ റിയൽ ആയിട്ടുള്ള അപ്രോച്ച് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവര് 2 കൊടുത്തേക്കാന്ന് വിചാരിച്ചങ്ങ് കഴിഞ്ഞു. നീ തന്നെ പറഞ്ഞ ഐഡിയ ആണല്ലോ. ഓക്കെ. കല്യാണി ഇതിനകത്ത് ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പം നമുക്കറിയാം മലയാളം ആക്ട്രസസിൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലുമാണ്. ഇപ്പം സൂപ്പർ ഹീറോ മൂവിയിലൊക്കെ ചെയ്യുന്നു, ഫൈറ്റ് സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇത്രയും ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നടിയാണ് കല്യാണി. അപ്പോൾ കല്യാണി ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? കല്യാണി കാസ്റ്റ് ചെയ്തത് മെയിനായിട്ട് ആ കഥാപാത്രത്തിന് യോജിക്കുന്നതുകൊണ്ട് മാത്രമാണ് കാസ്റ്റ് ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു ഹാഫ് മലയാളി എന്നുള്ള ഒക്കെ തോന്നിക്കുന്ന ഒരു ഒരു ഫുൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു ആൻസിസ്ട്രൽ ഒരു രീതിയിൽ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഇത് മതി. പിന്നെ ഫഹദിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അതിനൊരു കുറച്ചുകൂടി ഈ റൊമാൻസ് ആയിരുന്നു, കുറച്ചുകൂടി ക്യൂട്ട് പരിപാടി പിടിക്കണം. അപ്പം അങ്ങനെ ഒരു രീതിയിലും പിന്നെ ഓഫ് കോഴ്സ് പെർഫോമൻസ് രീതിയിൽ ഒരു അർബൻ സെറ്റിങ്ങിൽ പോണതാണ്. അപ്പം അതിന് ആപ്റ്റ് കല്യാണിയാണെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് കാസ്റ്റ് ചെയ്താണ്. ഓക്കെ. നമ്മുടെ ഫഹദിക്കയുടെ കാര്യം പറയുമ്പം ഫഹദിക്കയുടെ സിനിമകളിലെ ഓട്ടം ഭയങ്കര ഫേമസ് ആണ്. ഇപ്പം ഞാൻ പ്രകാശൻ ആയിക്കോട്ടെ, അന്നയും റസൂലും ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ പ്രണയകഥ ആയിക്കോട്ടെ, അപ്പോൾ ഇതിലെല്ലാം ഫഹദിക്ക് ഓടിയോ സിനിമ സൂപ്പർ ഹിറ്റാണ്. ആ ഓടുന്ന സീൻ അതിലും ഹിറ്റാണ്. ഇതിൽ നമ്മുടെ പേര് തന്നെ ഓടുംകുതിര. ഇതിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, പുള്ളി ഓടുന്നുണ്ട്. ഫുൾ ഓടിക്കാനുണ്ട്, കുറെ ഓടുന്നുണ്ട്. അപ്പൊ പടം നന്നായി ഓടും. അപ്പൊ പടം എന്തായാലും ഒരുപാട് റീസൺ ഉണ്ട്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, അതായത്
ഫഹദും ബാംഗ്ലൂരും ഭയങ്കര കോമ്പിനേഷൻ. അതെ, ഫഹദും ബാംഗ്ലൂരും. നമ്മളൊരു മേജർ ഏരിയ ബാംഗ്ലൂരാണ്. അയ്യ, അത് ട്രെയിലറിന്റെ കമന്റ് ബോക്സിലുണ്ട്, ഫാഫ ബാക്ക് ടു ബാംഗ്ലൂർ. അതും എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സുരേഷ് ചേട്ടൻ്റെ സിനിമകളൊക്കെ കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുന്നത് മോനാണ് എന്നിങ്ങനെ പറയുന്നത് മോനാണെന്നിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പം ഞാൻ അന്ന് മരണമാസിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അന്ന് സിനിമയ്ക്ക് മുന്നേ എടുത്തുകൊണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് കറക്റ്റ് ആണല്ലോ, എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നതും. അത് കഴിഞ്ഞിങ്ങോട്ട് വരുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വെറൈറ്റി ക്യാരക്ടേഴ്സ് പിടിക്കുമ്പം എന്താ മോൻ പറയാറുള്ളൊരു മെയിൻ സാധനം? അല്ല, അത് അവന് ഇഷ്ടമാണ്, അത് കൊള്ളാം, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് അവൻ എന്തെങ്കിലും ക്രിറ്റിസിസമായിട്ട് പറയാറുണ്ടോ? അവൻ ഇപ്പം പഠിക്കാൻ പോകുന്നത് ബീജിംഗ് ഫിലിം അക്കാഡമി. ഓക്കെ, എന്തെങ്കിലും ക്രിറ്റിസിസം ആയിട്ട് മെയിനായിട്ട് ഇത് വേണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇത്തരം ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇതിനകത്ത് ലോജിക്ക് നോക്കേണ്ട സിനിമയല്ല അതൊന്നും. ഇതിങ്ങനെ എൻ്റർടൈൻമെൻറ്റ് മാക്സിമം നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള സിനിമയാണ് ഈ സിനിമയൊക്കെ. അപ്പോൾ അത് അവൻ അങ്ങനെ തന്നെ എൻജോയ് ചെയ്യുന്നതാണ്. അല്ലാതെ വരുന്ന ചില സിനിമകളൊക്കെ ആണെങ്കിൽ അവൻ കുറച്ച് അതിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ഇത് ചെയ്യാറുണ്ട്. കാരണം കാണാത്ത മൂവീസില്ല, എല്ലാ മൂവീസിലും കാണും. അത് കൊറിയൻ ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇരുന്നെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ടെക്നീഷ്യന്മാരുടെ പേരും എല്ലാം കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ടേസ്റ്റുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ പറയണത് ശരിയായി തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ ഫസ്റ്റ് ഡേ പോയി കണ്ടു കഴിഞ്ഞാൽ അവൻ പറയും പോരാ, ആർട്ടിസ്റ്റൊക്കെ കൊള്ളാം, പക്ഷേ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണെന്നൊക്കെ പറയും. അങ്ങനെ അതേപോലത്തെ ഉണ്ടാവാറുണ്ട്, സംഭവിക്കുകയും ചെയ്യും. അങ്ങനത്തെയൊക്കെ ഉള്ളത്. അപ്പം ചേട്ടന് ഫസ്റ്റ് ഇങ്ങനെ സിനിമയുടെ ഒരു പുതിയ സിനിമ ഇത് അവനെ കാണാൻ പറ്റില്ല, ഭയങ്കര വിഷമത്തിലിരിക്കുക. 25-ാം തീയതി അവൻ ചൈനയ്ക്ക് പോകും. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് സിനിമ വരുന്ന സമയത്ത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ടോ മോനുമായിട്ട്? ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം മിക്കവാറും നമുക്കും തന്നെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ റഫായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം, എൻ്റെ ക്യാരക്ടർ ഇതാണെന്നോ അല്ലെങ്കിൽ ഹീറോ ഇന്ന ക്യാരക്ടർ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഡിസ്കഷൻ ഉണ്ടാവും എന്നല്ലാതെ ഫുൾ ഇത് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റുകൾ, വീട്ടിലെ സ്ക്രിപ്റ്റ് കുറേ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ അതിൻ്റെ ഇതൊക്കെ വെറുതെ വായിച്ച് നോക്കുക, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ചേട്ടൻ മമ്മൂട്ടി വെച്ചിട്ടൊരു സിനിമ എഴുതുന്നുണ്ടല്ലേ, സ്ക്രിപ്റ്റ്? എഴുതുന്നുണ്ട്. എന്തായി അതിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും? അല്ല, ഇപ്പം അതിൻ്റെ പ്രീ വർക്ക്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് നാരായണൻ ആ സാറിൻ്റെ പടം കഴിഞ്ഞോട്ട് നമ്മുടെ തുടങ്ങാനായിട്ടാണ് ഇരിക്കുന്നത് നിലവിൽ. ഉടനെ ഉണ്ടാവും ഇപ്പോൾ? അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ. ഓക്കെ, എന്തൊക്കെ അതിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണോ? അതെ, ഓൾമോസ്റ്റ് അതിൻ്റെ ബാക്കി പ്രീ വർക്ക്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ചോദിക്കാൻ പാടുണ്ടോ? കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അത് വലിയ കാര്യമാണ്. തെറ്റേത പോലെ തുടങ്ങണം അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. ഇനി ഞാൻ ആവർത്തിക്കില്ല സാർ. അല്ല, എനിക്കിത് ചോദിക്കാവോ എന്നറിയാത്തോണ്ടാണ് ഞാനൊന്ന് മടിച്ചു ചോദിച്ചേ. അല്ല, അത് എന്തായാലും ഉണ്ടാവും. കാരണം അത് വലിയ ഡ്രീം ആണല്ലോ ആ സിനിമ. പിന്നെ തീർച്ചയായിട്ടും ചെറിയൊരു വിഷമം ഉണ്ടാവും. ഇല്ലില്ല, ഡിലേ ഒന്നും ആവത്തില്ല. ഇനി അത് ഉടനെ തുടങ്ങും. ഓക്കെ, ഹോപ്പ്ഫുള്ളി അങ്ങനെ തന്നെ വരട്ടെ. ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നോർമലി ഞാൻ സിനിമയുടെ ടൈറ്റിലിൽ നിന്നിട്ട് എന്തെങ്കിലും ഗെയിം സെക്ഷൻ ചെയ്യാറാണ് പൊതുവെ ചെയ്യാറുള്ളത്. ആ പേരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗെയിം കണ്ടുപിടിക്കും. പക്ഷേ ഇത് എനിക്ക് കുറേ ആലോചിച്ചിട്ടും ഓടുമുതിര ചടുമുതിര എന്ന് പ്രത്യേകിച്ച് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ട്രെയിലർ ഒന്നും കൂടി ഇരുന്ന് കണ്ടു. അപ്പോൾ അതിൽ ആദ്യം പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഇത് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പം നമുക്ക് സ്വപ്നം വെച്ചിട്ട് കുഞ്ഞൊരു സെഗ്മെൻറ്റിലോട്ട് പോകാം. വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു സെഗ്മെൻറ്റ്. സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, സ്വപ്നം എന്നുള്ളൊരു വേർഡ് മാത്രമേ ഞാനതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും പറയാം കേട്ടോ, ഞാൻ ഇങ്ങനെ റാപ്പിഡ് പോലെ ടിക് 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 എന്ന് പോകത്തേ ഉള്ളൂ. ഓക്കെ, ഫ്രം അനുരാഗ് ചേട്ടൻ, കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വപ്നം എന്താ? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ മരിച്ചൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മരിച്ചിട്ട് നമ്മൾ ഇവിടെ പോവല ഇത് നടക്കുന്ന സ്ഥലത്ത് പോവല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ബോഡി അവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. സ്വപ്നം ഉണ്ടാകും. ഞാനപ്പോൾ എൻ്റെ ഡിയോ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ, ഇത് ശവപ്പെട്ടിയിലാണിത്, മൊത്തം ഇതാണ്. എന്നിട്ട് ഞാനെടുത്ത് എൻ്റെ ഡിയോ സ്കൂട്ടറിൽ വെച്ചിട്ട് ഈ ബോഡി ആയിട്ട് ഞാൻ പോവുകയാണ്. ആരും ഇല്ല, ഇതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ചെറായി ബീച്ചിൽ കൊണ്ടുപോയി ഒഴുക്കി വിട്ടു. ഞാൻ കറക്റ്റാ അതെന്താ സംബന്ധിച്ചാൽ ഞാൻ എപ്പോഴും സ്വപ്നം കാണുമ്പോൾ തലേന്ന് ദിവസം നടന്ന എന്തെങ്കിലും ഇൻസിഡന്റ് കണക്ട് ചെയ്തിട്ടാണ് കാണാറ്. എനിക്കെപ്പോഴും അങ്ങനെ വരാറ്. അപ്പം
എൻ്റെ ഒരു കൂട്ടുകാരുടെ അപ്പം മരിച്ചായിരുന്നു ആ സമയത്ത്. ഞാൻ അങ്ങനെ മരണ വീട്ടിലൊന്നും പോകാറില്ല, പേടിയാണ്. അപ്പം ഞാൻ അന്ന് അബദ്ധവശാ പോയി. അവൻ്റെ എന്തൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോഴാണ് അവൻ പറഞ്ഞ അപ്പം മരിച്ചിരിക്കണം, മരിച്ചതിൻ്റെ ചടങ്ങുകൾ നടക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നല്ല പ്രായമായതുകൊണ്ട് അവിടെ ആൾക്കാർക്കൊന്നും അങ്ങനെ അധികം കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ചു നേരം അത് നോക്കി നിന്ന് തിരിച്ച് അന്ന് രാത്രിയാണ് ഈ സ്വപ്നം കണ്ടത്. എന്തായാലും ചെറയിൽ ഒഴുക്കി വിട്ടുകൊണ്ട് സംഭവം കഴിഞ്ഞു. ഇതുപോലെ ഏതെങ്കിലും വെറൈറ്റി സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടത്? സ്വപ്നം കാണുന്നതന്നെ കുറവാണ്, അങ്ങനെ കാണാറില്ല. ഓക്കെ. ഉറങ്ങാറില്ല. ചേട്ടന്റെ പവർ നാപ്പിൽ വരുന്ന സ്വപ്നം എന്താ? ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി? ഞാനും അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലുള്ള സ്വപ്നമൊന്നും ഞാനും കാണാറുണ്ട്. സ്റ്റോറി പോയിന്റ്സ് ഉള്ള സ്വപ്നം ചേട്ടൻ എന്തെങ്കിലും ഉണ്ടോ വെറൈറ്റി സാധനം ഇതുപോലെ? ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. എനിക്കില്ല, ഞാൻ കാണുന്ന കുറച്ച് ഡാർക്കർ പരിപാടികളൊക്കെയാണ്. എന്റെ അമ്മ 4 വർഷം മുമ്പുള്ള സ്വപ്നം ഞാൻ പറഞ്ഞത്. 4-5 വർഷമായി. ഓക്കെ, അത് നമുക്ക് ഇവിടുന്ന് തന്നെ നല്ലൊരു ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരുപാട് സ്വപ്നം കണ്ടിട്ട് നടക്കാതെ പോയൊരു കാര്യം, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ട് നടക്കാതെ പോയൊരു കാര്യം. ഈ ഒരു പടം വന്നിട്ട് ഈ രോമാഞ്ചം എന്ന് പറഞ്ഞൊരു രോമാഞ്ച സിനിമയില്ലേ, സിനിമയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ ക്യാമ്പിലൊക്കെ ഞാനുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ കുറെ കാര്യങ്ങളും ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു വലിയ വിഷമമാണ്. ഒരുപാട് സ്വപ്നം കണ്ടാണ് ആ പടം. സിനിമ ഇറങ്ങി കൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വിഷമമായി കാണുമല്ലോ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ വിഷമം ഉണ്ടായിരുന്നു. അതിന്റെ എഡിറ്ററൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, കിരൺദാസേണൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഭയങ്കര നഷ്ടമായി പോയി നിനക്ക് ആ പടം ഒന്ന്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ. അത് ഒരുപാട് സ്വപ്നം കണ്ടിട്ട് നടക്കാതെ ഒരു കാര്യമാണ്. ഓക്കെ, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാനിത് ചെയ്യുമെന്ന്, അങ്ങനെ നടന്നൊരു സംഭവം ഉണ്ടോ? ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കിത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടും, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല, എന്നിട്ട് കിട്ടിയ എന്തെങ്കിലും ഒരു? എനിക്ക് ഈ പടം ഉണ്ടാ അതെ, ഫാദിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, അൽത്താഫയുടെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര, ഇത്രയും സീനിയർ ആർട്ടിസ്റ്റാണ് നമ്മൾ പണ്ട് തുടങ്ങി കാണുന്നുള്ളവരൊക്കെ അവരുടെ അടുത്ത് കണ്ട് അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം എനിക്ക്. ഇതെല്ലാം ഈ ഇങ്ങോട്ട് മാത്രമുള്ള സെഗ്മെന്റ് ആയി മാറിട്ടോ. പിന്നെ പുള്ളിയുടെ പിന്നെ പറയാൻ പറ്റും, പിന്നെ മമ്മൂക്കാനെ വെച്ചൊരു പടം എഴുതാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയ, ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് അത് നടന്നത്. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ സുരേഷ് ചേട്ടാ? സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും നമുക്ക് നമ്മുടെ ഏരിയ അല്ല. ഞാൻ ഇങ്ങനെ വെറുതെ സ്വപ്നം കാണാറൊന്നുമില്ല. അത് ചേട്ടനും ഇല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല അങ്ങനെ? ഇതിപ്പോ ഒരാളുടെ അടുത്ത് മാത്രം നിങ്ങൾ ഞാൻ ഒക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. ചില സാധനങ്ങൾ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും സ്വപ്നം കാണാറുണ്ട്. ഇപ്പൊ കണ്ടു, കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ തന്നെ കണ്ടു. കാണിച്ചാൽ മതി. ഞാൻ മാത്രല്ല, അല്ല, ഒരു സെയിം സ്വപ്നം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണണം. ശരിക്കും ന്യൂറോ ഇതിൻ്റെ ഒരു ഇതാണ്, ചെറിയ പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. സർജറി ഒന്നും വേണ്ട, ശരിക്കും ന്യൂറോ ബന്ധപ്പെട്ട ഇതാണത്. ചേട്ടനെ കൺവിൻസ് ചെയ്യണോ? അല്ലല്ലോ അല്ലേ? അയ്യോ, എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാൻ ഈ അടുത്ത് വേറെ ആരോ പറഞ്ഞ സുമതി വളവ് സിനിമയുടെ വേറെ ഒരു ചാനലെടുത്ത് ഇന്റർവ്യൂവിൽ അതിനകത്ത് അവരിങ്ങനെ ഞാനും ഉണ്ട് ഒരേ സ്വപ്നം പിന്നെയും കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഉള്ളായിരിക്കും. അപ്പോൾ ഒരുമിച്ച് പോയാൽ മതി, അവരെ വിളിച്ചോളൂ. വേണ്ട. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഉള്ള ടാലൻസും കാര്യങ്ങളും, ഇപ്പോൾ ആക്ടിങ് അല്ലെങ്കിൽ ഈ നമ്മൾ ഓൺ സ്ക്രീൻ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതല്ലാതെ ഞങ്ങൾ ഓഡിയൻസ് ഒരിക്കലും വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു ടാലൻറ്റ്, ഹിഡൻ ടാലൻറ്റ് ഉണ്ടോ? ഞാൻ നന്നായി പാടും. ചേട്ടനെ ഒരു നാടൻ പാട്ട് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്ന് പാടണേ പറ്റുമെങ്കിൽ. അല്ല, ചേട്ടൻ ശരിക്കും പാടുന്നുണ്ട് നന്നായിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അല്ല, പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞു നോക്കി, അങ്ങനെ ഭയങ്കര പാട്ടൊന്നും അല്ല. ശരിക്കും ചേട്ടൻ നന്നായിട്ട് പാടും. ഞാൻ ആ പാട്ട് ഞാൻ നോക്കിയും കൂടെ വെച്ചത്, ഒരു നാടൻ പാട്ട്. മറ്റേത് പാടി നോക്കിയാലോ, എന്നവളെ. അല്ല, ആ സാധനത്തിന് ശേഷം എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരു എനിക്ക് പാടാനേ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞ. വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഹിഡൻ ടാലന്റ്? അനുരാജ് റൈറ്റർ ആണെന്ന് അറിയാലോ. അതറിയാം. പിന്നെ ലിറിക്സ് എഴുതും, അതും അറിയാം. സിനിമയിൽ എഴുതിയ കാര്യം അറിയാം. സുരേഷ് ചേട്ടനൊന്നും ഹിഡൻ ടാലന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെയുള്ള ഫിറ്റ്നസ് വീക്കാണ്. ഇഡ്ഡലി 50 എന്തോ കഴിച്ചു. അല്ല, 40 ഇഡ്ഡലി അല്ലേ?
ആർക്കില്ലാത്തവരെന്ന് നേരത്തെ സുരേഷേട്ടൻ പറഞ്ഞായിരുന്നു എന്തായാലും. കൊച്ചിലെ മൂർഖൻ പാമ്പ് സാധാരണ മൂർഖൻ പാമ്പിനെ കണ്ടെങ്കിൽ നമ്മളെല്ലാരും എന്ത് ചെയ്യും? നമ്മൾ ഓടി രക്ഷപ്പെടുകയല്ലേ, പാമ്പിന്റെ പുറകെ പോകും. പാമ്പിനെ ഓടിച്ചിട്ട് പിടിക്കും. എടുക്കോ? ഇല്ല, കുറേ പിടിച്ചിട്ടുണ്ട്. ഹിഡൻ ടാലന്റ്, ഹിഡൻ ആയി കിടക്കുന്ന പാമ്പ് എനിക്ക് ഇതുപോലെ പാചകം ചെയ്യാൻ ഇഷ്ടമാണ്. കുക്ക് ചെയ്യും. എന്താ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി എനിക്ക് ദോശ അങ്ങനത്തെ പരിപാടികളാണ്. അപ്പം അതിൽ സാമ്പാറിൻ്റെ തന്നെ അല്ല, ഞാൻ പറഞ്ഞത് സാമ്പാറിൻ്റെ തന്നെ പല വെറൈറ്റീസ്, ചട്നി, ഒരു ഷെണൈസിലൊക്കെ കിട്ടുന്ന ആലുവ, ഒരു ചമ്മന്തിയുടെ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. അത് ട്രൈ ചെയ്യലും പരിപാടികളും അങ്ങനത്തെ ഇത്. പിന്നെ ബേസിക് ചപ്പാത്തി ഉണ്ടാക്കുക, പ്രോൺസ്, ഫിഷ്, തവ ഫ്രൈ. ആദ്യം ദോശയെ തുടങ്ങിയിട്ട് കുറെ കയറി വന്നു. ഓക്കെ, കൊള്ളാം. ഈ സെഗ്മെന്റ് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് ഇങ്ങോട്ട് മാത്രം ഓറിയന്റഡ് ആയി പോകുന്നു തോന്നുന്നത് കൊണ്ട് ഞാൻ വേറെ 1-2 കൂടി ചോദ്യങ്ങളും ചോദിച്ചു നമുക്ക് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. വിനയ് ചേട്ടൻ്റെ അടുത്താട്ടോ. ചേട്ടൻ ഞാൻ കേട്ടതാണ് ഇങ്ങനെ ആത്മാവുള്ള റൂട്ട്സ് ഉള്ള ഇപ്പം ശ്രീനേട്ടൻ്റെ പോലത്തെ സിനിമകളൊക്കെ റീവാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ചേട്ടൻ ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ളൊരു ഫിലിം ഏതായിരിക്കും? ഞാൻ ഈ പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞ സിനിമ അല്ല, അത് എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ ആണെന്ന രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. ഞാൻ അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു സിനിമ കാണുമ്പോൾ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ടേക്ക് അവേ വേണം. അപ്പം ഞാൻ ഈ ഗ്രേറ്റ് ആക്ടേഴ്സിൻ്റെ വർക്കും അങ്ങനെയൊക്കെ കാണും. ഞാൻ കൂടുതൽ ഗാങ്സ്റ്റർ ഫിലിംസാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പൾപ്പ് ഫിക്ഷൻ എന്നൊരു സിനിമയുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ. പിന്നെ മറ്റേ മലയാളത്തിൽ കുറേ സിനിമകൾ കാണും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഇതാണല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളൊരു പരിപാടി, നമുക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഓഡിയൻസാണ് നമ്മുടെ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പുതിയത് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ടൈം വന്നു കഴിഞ്ഞാൽ അവർ പറയും പണി നിർത്തി പോകാൻ പറയും. അപ്പോൾ നേരത്തെ സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും വേറെ പണിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ഫിലിംസ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ആളുകളെ കൂടുതൽ കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ കുറേ പരിപാടികൾ മിസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 70% സിനിമകളും ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിംസ് കാണുമ്പോൾ ആരെങ്കിലും പറയണം അവിടെ ഇങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണും. അപ്പം അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ഇങ്ങനത്തെ സിനിമകളായിരിക്കും. മനസ്സിലായി. ഞാനിത് ചോദിക്കുന്ന ഔട്ട് ഓഫ് ദി ബോക്സ് ക്വസ്റ്റ്യൻ ആണ്. പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. എനിക്ക് ആണ് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നതേ ഉള്ളൂ. ചേട്ടൻ കുറേ ഇങ്ങനെ മലയാളം റൂട്ടഡ് ആയിട്ടുള്ള ഫിലിംസ് ഇപ്പം കമ്പാരിറ്റീവ്ലി ഒരുപാട് മലയാളത്തിൽ കേരളീയതയൊക്കെ ഉള്ള കുറേ സിനിമകൾ കുറഞ്ഞു വരുന്നുണ്ട്. പണ്ടായിരുന്നു അത് ഒരുപാടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ചും കൂടി വേറെ കൈൻഡ് ഓഫ് ഫിലിംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരള പറ്റി സംസാരിച്ചൊരു സിനിമ ഇപ്പം നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തു. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും എനിക്കൊരു പരിധി വരെ അതിനോട് യോജിപ്പില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ചേട്ടൻ? ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കേരള, പക്ഷെ എൻ്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ കണ്ടിട്ട് വൻ തോൽവിയാണെന്ന് തന്നെ തോന്നി. കാര്യം നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് കിട്ടി നമ്മുടെ സിനിമക്ക്. അതെ, കഴിഞ്ഞ വർഷം ആട്ടത്തിനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആട്ടം പോലൊരു സിനിമ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്പാർക്ക്. കാര്യം ഇന്ത്യ ഇത്ര അധികം ജനങ്ങൾ, ഇത്ര അധികം ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്പേസിൽ, ഇത്ര അധികം സിനിമാ സംസ്കാരമുള്ള, ഇത്ര അധികം നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു സ്പേസിൽ അത്തരമൊരു സിനിമ കാണാം. ആ സിനിമ കാണാണ്ട് ആ സിനിമ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് സീൻസൊക്കെ കണ്ടിട്ട് നമുക്ക് ഓരോരുത്തർ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ മിക്കപ്പോഴും ഒരു ഗംഭീര സിനിമയുടെ ഒരു സീനോ അല്ലെങ്കിൽ 3-4 സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് ഭയങ്കര അമച്വറിഷായിട്ട് ഫീൽ ചെയ്ത ഒരു സിനിമക്കാണ് നാഷണൽ അവാർഡ് കൊടുത്തത്. അത് ഫീൽ ചെയ്ത സിനിമാറ്റോഗ്രാഫിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിഷ്വലും ഭയങ്കര, ഇപ്പം നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പോയതുകൊണ്ട് നമുക്കത് ഒട്ടും അപ്പീലിംഗ് ആയി തോന്നിയില്ല. പക്ഷെ അപ്പോഴും നമ്മൾ പറയണം ആ സിനിമ പൂർണ്ണമായി കാണാണ്ട് ആ സിനിമ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണ്. എന്തെങ്കിലും സീൻസ് കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ വർഷം എത്രയും ഗംഭീര സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെയായി, ഭൂരിപക്ഷം ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്തുമില്ല. പിന്നെ ഒരു അവാർഡ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ വേറെ അജണ്ട എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു 10 പേര് തിരഞ്ഞെടുക്കുന്ന അവരുടെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ആ 10 പേർക്ക് എന്ത് തോന്നി എന്ന് പറയുന്നൊരു കാര്യമാണ്. അത് നമുക്ക് അത് തെറ്റാണെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ലതാനും. ആ ജൂറിക്ക് അതാണ് വർക്കായത്. ഇപ്പം ആട്ടത്തിന് സ്റ്റേറ്റ് അവാർഡിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ അവാർഡ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ബഡ്ജറ്റ് കളക്ഷൻ കിട്ടിയത് ഇപ്പൊ 100 കോടി കയറിയോ 50 ആ ഒരു രീതിയിൽ വരെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആട്ടം. വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ആ സിനിമ. പക്ഷെ അത് നാഷണൽ അവാർഡിൽ പോയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ഫിലിം
ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റർ, 3 നാഷണൽ അവാർഡ് കിട്ടിയ സിനിമക്ക് കേരളത്തിലെ അവാർഡിൽ ഒരു അവാർഡും ഉണ്ടായിരുന്നില്ല. കിട്ടിയിട്ടില്ല. എത്രത്തോളം ആൾക്കാർ അത് കേരളത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞു. ആട്ടം ഇപ്പൊ OTT-യിലൊക്കെ വന്നപ്പോൾ കുറച്ച് ആളുകൾ ഞാൻ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്ന ആ 10 പേര് ജൂറി ഉണ്ടാവുമല്ലോ, അവരുടെ തോന്നലുകളാണ് അവാർഡ്. നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഇത് അതുകൊണ്ട് നമുക്ക് കിട്ടണം എന്നൊന്നും പറയാൻ പറ്റില്ല. ആ 10 പേരുടെ ഡിസിഷനാണ്, നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന വൃത്തിയില്ല. അതെ, ഓക്കെ. എന്തായാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ചോദിച്ചെന്നേ ഉള്ളൂ, ചേട്ടൻ്റെ ഫിലിം ആയിരുന്നതുകൊണ്ട്. എനിവേയ്സ് നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് എൻഡ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഈ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് നമുക്ക് ചേട്ടൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ ഫഹദും കല്യാണിയും ആർട്ടിസ്റ്റുകളൊക്കെ കണ്ടെങ്കിലും അൽത്താഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഒന്നും കൂടെ ഒരു ഇതാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഗംഭീരമാകട്ടെ സിനിമ. ചേട്ടൻ്റെ ആ ഒരു റൈറ്റിങ്ങിൽ വരുന്ന ഫിലിമിനും ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതും അടിപൊളിയാവട്ടെ. അന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു സക്സസ്ഫുൾ ആവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.